ഇസ്രായേൽ മക്കൾ ചെയ്ത പ്രധാനപ്പെട്ട 2 കുറ്റങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദെയോൻ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവൻ്റെ കുടുംബത്തോടും ദയ ചെയ്തതും ഇല്ല. 2 കുറ്റങ്ങൾ. അതിൽ ഒന്ന്, ദൈവത്തോട് നന്ദിയില്ലാത്ത ജീവിതം അവർ നയിച്ചു. 2, അവരെ രക്ഷിപ്പാനായിട്ട് സ്വന്തം ജീവൻ പോലും അവഗണിച്ച ഗിദെയോനോടും അവൻ്റെ കുടുംബത്തോടും നന്ദിയേട് കാണിച്ചു. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും ദൈവത്തോടും, മനുഷ്യർ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും മനുഷ്യരോടും നാം നന്ദിയുള്ളവർ ആയിരിക്കണം. ദുർഗുണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയത് നന്ദികേടാണ്. സൽഗുണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാൻ കഴിയുന്നതാണ്. ഇവിടെ ദൈവത്തോട് നന്ദികേട് കാണിച്ച ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ മക്കളാണ് നന്ദികേട് കാണിച്ചത്. ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ച ദൈവത്തെ അവർ ഓർത്തില്ല. നന്ദികേടല്ലേ? ചുറ്റും ശത്രുക്കളായിരുന്നു, പക്ഷേ ദൈവം അവരെ രക്ഷിച്ചു. എന്നാൽ അവർ ദൈവത്തെ ഓർത്തില്ല, അല്ലെങ്കിൽ ദൈവത്തോട് നന്ദികേട് കാണിച്ചു. ഏറ്റവും വലിയ പാപം ആകുന്നു നന്ദികേട് എന്നുള്ളത്. ഇത് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് എന്നറിയത്തില്ല. അവസാന കാലത്തെ ലക്ഷണങ്ങളെക്കുറിച്ച് തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ, അവസാന നാളുകളിൽ അനേക കഷ്ടങ്ങളുണ്ടാകും. ആ കാലത്ത് ജനം തങ്ങളെ തന്നെയും പണത്തെയും മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. അവർ അഹങ്കാരികളും പൊങ്ങച്ചക്കാരും ആയിരിക്കും. ആളുകൾ മറ്റാളുകൾക്കെതിരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല, തങ്ങളുടെ മാതാപിതാക്കന്മാരെ അവർ അനുസരിക്കത്തില്ല. ആ കൂട്ടത്തിൽ പറയുകയാണ്, ആൾക്കാർ നന്ദി കെട്ടവരാകും. അവർ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം നയിക്കുന്നവർ ആയിരിക്കില്ല. ആളുകൾക്ക് മറ്റുള്ളവരോട് സ്നേഹം കാണുകയില്ല. അവർ അന്യരോട് ക്ഷമിക്കുവാൻ കൂട്ടാക്കാതിരിക്കുകയും അവരെക്കുറിച്ച് ചീത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആളുകൾ സ്വയം നിയന്ത്രിക്കത്തില്ല. അവർ മനുഷ്യത്വമില്ലാത്തവരും നല്ല കാര്യങ്ങളെ എതിർക്കുന്നവരും ആയിരിക്കും. അവസാന നാളുകളിൽ വ്യക്തികൾ തങ്ങളുടെ സുഹൃത്തുക്കൾക്കെതിരെ തിരിയും. ചിന്തിക്കാതെ അവർ വിഡ്ഢിത്തരങ്ങൾ പ്രവർത്തിക്കും. അവർ അഹങ്കാരികളാകും. സുഖലോലുപത ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അവർ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കുകയില്ല. ഇത് 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകളാണ്. പ്രിയപ്പെട്ടവർ, ദൈവത്തോട് നന്ദികേട് കാണിക്കരുത്. ജനനം മുതൽ ഈ നിമിഷം വരെ നടത്തിയത് ദൈവമല്ലേ എന്ന് ഒന്ന് ഓർത്ത് നോക്കൂ. ആരും സഹായിപ്പാനില്ലാതെ എല്ലാവരും കണ്ടിട്ടും കാണാതെ കടന്നുപോയപ്പോൾ, ജീവിതത്തിൽ വഴിമുട്ടിയ സന്ദർഭങ്ങൾ വന്നപ്പോൾ, ഏലിയാവിൻ്റെ ജീവിതത്തിൽ കെരീത്ത് പറ്റിയതുപോലെ, കാക്കയുടെ വരവ് നിന്നതുപോലെയുള്ള അനുഭവങ്ങൾ സംഭവിച്ചപ്പോൾ, മാറായുടെ അനുഭവങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് വന്നതുപോലെ ജീവിതത്തിൽ വന്നപ്പോൾ, വിടുവിച്ചത് ആരാണ്? ദൈവമല്ലേ? ദൈവത്തോട് എങ്ങനെ നന്ദികേട് കാണിക്കുവാൻ സാധിക്കും? ഒരിക്കലും പാടില്ല. നന്ദിയുള്ളവരായി ജീവിക്കണം. ദാവീദിനെ പോലെ ദൈവം ചെയ്ത നന്മകൾക്ക് നാം നന്ദി പറയണം. അവിടുത്തെ ദയയ്ക്കായി സ്തോത്രം ചെയ്യണം. നന്ദികേട് ഏറ്റവും വലിയ പാപമാണ്. മനുഷ്യരോട് നാം നന്ദിയുള്ളവരായിരിക്കണം. ഇന്ന് നാം എത്തി നിൽക്കുന്ന അവസ്ഥയ്ക്ക് കാരണം എത്രയോ മനുഷ്യരുണ്ട്. സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരില്ലേ? ജനിച്ചപ്പോൾ മുതൽ നാം പക്വത എത്തുന്നതുവരെയും നമ്മളെ തീറ്റിപ്പോറ്റിയ, വളർത്തിയ, വേണ്ടുന്നതെല്ലാം നൽകിയ, വിദ്യാഭ്യാസം നൽകുവാനായിട്ട് വളരെ കഷ്ടപ്പെട്ട മാതാപിതാക്കന്മാരില്ലേ?
ജീവിതത്തിൽ എത്രയോ ആളുകളുടെ സഹായം കൊണ്ടാണ് നാം ഇവിടെ വരെ എത്തിയത്. വണ്ടിക്കൂലി തന്ന് സഹായിച്ചവർ, ഫീസ് കൊടുത്ത് സഹായിച്ചവർ. നാം നന്ദികേട് കാണിക്കരുത്. 1 ശമൂവേൽ 25 7 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളിൽ ദാവീദ് ചെയ്ത നന്മകളെ ഓർക്കാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. നാബാൽ എന്നാണ് അവൻ്റെ പേര്. ദാവീദ് നാബാലിൻ്റെ ആടുകളെ കാത്തു സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നാബാൽ നന്ദികെട്ടവനായി ദാവീദിനോട് സംസാരിക്കുകയാണ്. ദാവീദിന് വേദനിപ്പിക്കുന്ന തരത്തിൽ വർത്തമാനങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കണം. നമ്മെ സഹായിച്ച ഒത്തിരി പേരില്ലേ? നമ്മെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് സൽഗുണങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലതാണ് നന്ദിയുള്ള ജീവിതം. ദുർഗുണങ്ങളിൽ ഏറ്റവും വലുതാണ് നന്ദികേട് കാണിക്കുക എന്നുള്ളത്. ഒരു ജീവിതം, ആ ജീവിതത്തിൽ നമ്മെ സഹായിച്ചവരെ നമുക്കോർക്കാം. നമ്മെ കരുതിയ, നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം തന്ന ദൈവത്തെ ഓർക്കാം. പാപത്തിൻ്റെ പടുകുഴിയിൽ നരകത്തിന് വിധിക്കപ്പെട്ടവരായി ജീവിച്ച നമ്മളെ ചങ്കിലെ ചോര തന്ന് വീണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഓർത്ത് നമുക്ക് നന്ദി പറയാം. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. സ്വർഗസ്ഥ പിതാവേ, നന്ദിയുള്ളവരായി ജീവിക്കുവാൻ കൃപ നൽകണമേ. ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കാൻ വചനം കേൾക്കുന്ന എല്ലാവരോടും കർത്താവ് കൃപ കാണിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.